ഹായ് കൂട്ടുകാരെ, ഇന്ന് വൃശ്ചികം 1. അപ്പം നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലേ? വാ. അപ്പം തുമ്പി രാവിലെ തന്നെ തുമ്പിക്ക് 1-ാം തീയതി കൈനീട്ടം കിട്ടിയ പൈസയ്ക്ക് തുമ്പി അങ്ങ് ലേസും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചങ്ങ് പൊട്ടിച്ച് തീർത്ത് കേട്ടോ. അതൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയേ. ഈ അമ്പലം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രം തന്നെ. അങ്ങനെ ഞാൻ വണ്ടി എടുത്തതെന്ന് വെച്ചാൽ വീടിനടുത്തുള്ളതായിട്ട് വണ്ടി എടുത്തതെന്ന് വെച്ചാൽ സമയം പോയി. അതുകൊണ്ട് പെട്ടെന്ന് പോയി തൊഴുതിട്ട് ജോലിക്ക് പോകണ്ടേ, അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ അണ്ണൻ രാവിലെ വന്ന് മാലയൊക്കെ ഇട്ട് കേട്ടോ. മലയ്ക്ക് പോകാനായിട്ട് രാവിലെ വന്ന് ഇവിടുന്ന് മാലയൊക്കെ ഇട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ കയറി തൊഴുന്ന സമയം കൊണ്ട് തുമ്പി ആ ക്യാമറയും കൊണ്ട് അവിടെ എല്ലാം ഓടി നടന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ആ അമ്പലത്തിൻ്റെ പരിസരവും പ്രദേശങ്ങളും എല്ലാം മൊത്തത്തിൽ ആ ഫോണിനകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതവിടുത്തെ കാവാണ്. അമ്പലത്തിൻ്റെ സർപ്പക്കാവും യക്ഷിക്കാവും ഒക്കെയാണത് കാണുന്നത്. അങ്ങനെ ഞാൻ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊക്കെ രാവിലെ അമ്പലത്തിൽ നിന്ന് പോയോ? അങ്ങനെ ദാണ്ടെ പ്രസാദം കിട്ടി, സിന്ദൂരവും ചന്ദനവും ഒക്കെ കിട്ടി. മണ്ഡലകാലമല്ലേ, വൃശ്ചിക മാസം ആയതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും. അല്ലെങ്കിൽ 1-ാം തീയതി ദിവസമൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും, എപ്പോഴത്തെയും പോലെ അല്ലല്ലോ. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ നെറ്റിയിൽ തൊട്ടു കേട്ടോ. നിങ്ങൾ ചന്ദനമൊക്കെ ഈ താലിയിൽ തൊടാറുണ്ടോ? ഞാൻ തൊടാറുണ്ട്. ഞാൻ സിന്ദൂരവും ചന്ദനമൊക്കെ ഇങ്ങനെ താലിയിൽ എപ്പോഴും അമ്പലത്തിൽ വന്നാലും ഇങ്ങനെ തൊടാറുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ തൊടുവോ? നമുക്ക് ജോലിക്ക് പോകേണ്ട ടൈമായി, അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് ഓടുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തിയപ്പോൾ കഞ്ഞിയും കറിയും ഇരിപ്പുണ്ട്. രാവിലെ അമ്മ അമ്പലത്തിൽ പോയായിരുന്നു. എന്നെക്കാട്ടി മുന്നേ രാവിലെ അമ്മ അമ്പലത്തിൽ പോയായിരുന്നു. അങ്ങനെ അമ്മ അമ്പലത്തിൽ പോയപ്പോൾ കഞ്ഞിയും കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പോൾ കഞ്ഞിയും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് തന്നെ ആവട്ടെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ദോശയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നേ. അപ്പോൾ ഞാനതെടുത്തില്ല. ഞാൻ കുറച്ച് കഞ്ഞിയും കറിയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.